ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് ഡോക്ടറും ആരതിപ്പൊടിയും ഷാജി പാപ്പൻ്റെ വിവാഹത്തിന് പങ്കെടുത്ത ചില വീഡിയോകൾ കണ്ടു നോക്കാം. ഡോക്ടറും ആരതിപ്പൊടിയും എത്തുന്നതും അത് കഴിഞ്ഞ് ബിഗ് ബോസ് സീസൺ 6 താരങ്ങളായ യമുന റാണിയും ഗബ്രിയും ജാൻമണിയും ഒക്കെ ഡോക്ടറുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും അത് കഴിഞ്ഞ് ആങ്കറും സീസൺ 1 കണ്ടസ്റ്റൻസുമായ രഞ്ജിനി ഹരിദാസ് ഡോക്ടറോട് സംസാരിക്കുന്നതുമായ കുറച്ച് സീനുകളാണ് ഞാൻ ഇതോടൊപ്പം അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഡോക്ടറുടെ പേജിൽ വന്ന ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്തു. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പ്രൗഡ് കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ സെൽഫ് മെയ്ഡാണ്. ഈ സെൽഫ് മെയ്ഡ് ആൻഡ് ഈ ഒരു എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് ചലഞ്ചസും ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ആൻഡ് യു പ്രൂവ്ഡ് ഇറ്റ് ദാറ്റ് യു ക്യാൻ. നല്ല രീതിയിൽ നോക്കിയേക്കണം കേട്ടോ. എന്തെങ്കിലും അടിയും ബഹളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിട്ട് പോകണം. പിന്നെ നമ്മുടെ കല്യാണം ഉടനെ ഉണ്ടാവും, പറയാം സർപ്രൈസായിട്ട്. രഞ്ജിനി ചേച്ചീനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ പലരും ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ടി വിയിലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുള്ള ഇല്ല കൊച്ചുകുട്ടിയൊന്നുമില്ല. 42 മുമ്പെന്തായാലും ഒരു 10 അല്ലേ 8 വയസ്സിൻ്റെ വ്യത്യാസം. അപ്പം സീസൺ 1 അല്ലേ രഞ്ജിനി ഹരിദാസ് എന്നൊക്കെ പറയുന്ന അതൊക്കെ കാണാൻ കൊള്ളാലോ. ഈ ഷോയിൽ പോയാൽ കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ ഷോയിലേക്ക് വന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ. ആൻഡ് എപ്പോഴും ഞാൻ അവിടെ ഇരുന്ന് പറയുന്നത് ഇത്ര എനർജറ്റിക് ആയിട്ട് ഇത്രയും നേരം നിന്ന് എങ്ങനെ ഈ പുള്ളിക്കാരി ഇത് പറഞ്ഞു. ഞാൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൻഡ് എന്തുപറ്റി പൊക്കുന്നില്ല. സോ അപ്പം ഇതേപോലെ എപ്പോഴും എനർജറ്റിക് ആയിട്ട് എന്താ പറയാ ഇനി അടുത്തൊരു ഒരു 50 വർഷം അല്ലേ. ഓക്കെ. ആൻഡ് താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് കാണാൻ പറ്റി, ഒരുപാട് പേര് മീറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാപ്പി മാരീഡ് ലൈഫ്. ഓക്കെ. അടിച്ചു പൊളിച്ച് ജീവിക്കാം കേട്ടോ. ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.